ഞാൻ പറയുന്ന എല്ലാ 10 പൈസ കോമഡിക്ക് അരഞ്ചാണ് ഭയങ്കര പ്രോത്സാഹനം. ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോളൂ. ഒരുപാട് ഹീറോയിൻസിന്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഡ്രസ്സ് എല്ലാം അരുൺചാന്റെ കൈ കൊണ്ടാണ് ഇവിടെ നിന്നാണ് പോകുന്നത്. ദിൽഷയുടെയാണത്. അപ്പൊ ഇനി നിങ്ങൾ ഇനി ടിവിയിൽ കാണുമ്പോൾ നോക്കുക, ഇത് ദിൽഷയുടെ. ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ ഗാലറിയിൽ കയറിയ പോലെ ഒരു ഫീൽ ഉണ്ടോ? വഴിമാറി കൊടുത്തേക്കാം. അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? യെസ്, അതിൻ്റെ ഒരു ചെറിയൊരു സീക്രട്ടിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസിക്കലിൻ്റെ ഡാൻസ് ഡ്രസ്സുകൾ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ കൃഷ്ണപ്രഭ. ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു സംശയം മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മെയിൻ തല ആരാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ? യെസ്, ഇതാണ് ഞങ്ങളുടെ സ്വന്തം അരുൺചാട്ടൻ. അതായത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണിത്. ഞാനൊക്കെ അരുൺചാട്ടൻ ഒന്നിങ്ങനെ ബ്ലൗസ് 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 അങ്ങനെ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തുന്ന ലിസ്റ്റുകളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇതാണ് അരുൺചാട്ടൻ്റെ ഷോപ്പ്. ഇവിടെ നിന്നാണ് ഞാൻ ഇടുന്ന ക്ലാസിക്കൽ ഡ്രസ്സിൻ്റെയും എല്ലാത്തിനും, ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ എല്ലാം അതിൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും ഉറവിടം എന്ന് പറയുന്ന ആള് ഇതാണ്. അപ്പൊ അരുൺചാട്ടൻ്റെ ഇപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ പറയായിരുന്നേ, ഇങ്ങനെ ഗാലറി ഒന്ന് ഒരു മ്യൂസിയത്തിൽ കയറിയ പോലെ ഉണ്ടാവുന്നത്. ഇതെല്ലാവരും അരുൺചാട്ടൻ്റെ പ്രിയങ്കരാണ്, അല്ലാണ്ട് ഇത് വെറുതെ ഇവിടെ വച്ചേക്കുന്നതല്ല. ചില ഇപ്പോൾ എന്താണ് നമ്മൾ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ ഫോട്ടോ കാണില്ല, ഇത് അങ്ങനെ വച്ചേക്കുന്നതല്ല. അരുൺചാട്ടൻ ധരിച്ച ഡ്രസ്സാണ് ഇവരിട്ടിട്ടുള്ളത്. അതെ അതെ അതെ. അതിൽ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതെന്നൊക്കെ, ഇത് ഹൈലൈറ്റ് ആണ്. പക്ഷെ എനിക്ക് വേറൊരു ഹൈലൈറ്റ് ഇഷ്ടമാണ്. ഇതെന്താ, മീരയുടെ കല്യാണത്തിന് അരുൺചാട്ടൻ ചെയ്ത ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഡ്രസ്സ് നല്ല കളർ കോംബോയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹീറോയിൻസിന്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും, ആര് അങ്ങനെ ഹീറോയിൻ സപ്പോർട്ടിങ് ആക്ടർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അരുൺചാട്ടൻ ഹീറോയിൻസ് ആണ് അല്ലേ? അപ്പൊ അവർക്കെല്ലാവർക്കും ഡ്രസ്സ് എല്ലാം അരുൺചാട്ടൻ്റെ കൈ കൊണ്ടാണ് ഇവിടെ നിന്നാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? അരുൺചാട്ടൻ നാണമാണ്. ഞാനിങ്ങനെ കടലിൽ വരുന്നുണ്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് തയ്ക്കാൻ അരുൺചാട്ടൻ്റെ ബെറ്റർ തയ്ക്കുക, അത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നല്ലതാ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാ 10 പൈസ കോമഡിക്ക് അരുൺചാട്ടൻ ഭയങ്കര പ്രോത്സാഹനം. ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോളൂ. എന്നെ അമ്മയുടെ ഒക്കെ കോമഡി, 2 രൂപ കോമഡി, 5 പൈസ കോമഡി, 10 പൈസ കോമഡി, അതെല്ലാം ഇവിടെ വിറ്റോക്കോളൂ. അല്ല, നമുക്കൊരു പ്രോത്സാഹനം അല്ലേ? അപ്പൊ പറ, അപ്പൊ ഇതെങ്ങനെ തുടങ്ങി ഇങ്ങനെ ഡിസൈൻ ചെയ്യലൊക്കെ? അത് ആദ്യം എനിക്കും ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഹാൻഡ് ക്രാഫ്റ്റ് ജ്വല്ലറി. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ എനിക്ക് ആദ്യം നമ്മുടെ ജാസ് പ്രക്കാസിലെ കണ്ണൻ ചേട്ടൻ വഴി എനിക്ക് ശ്രീജിത്ത് സാറിനെ പറ്റി, അങ്ങനെയാണ് ആക്ച്വലി സ്റ്റേജ് ഷോയിലോട്ട് കയറി തുടങ്ങി. സുന്ദർ ചേച്ചി വഴി ഓരോ കോണ്ടാക്ട്, പിന്നെ ഇടയ്ക്ക് ഏഷ്യനെറ്റിൽ കയറി, അവിടെ നിന്ന് ഓരോ കോണ്ടാക്ട്സ്. ഏഷ്യനെറ്റിലെ ഇപ്പൊ മീരയ്ക്ക് കല്യാണത്തിന്റെ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യനെറ്റിലെ കോമഡി സ്റ്റാർസിലെ മീരയുടെ എല്ലാ കോസ്റ്റ്യൂമും അരുൺചാട്ടനാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണത്തിന്റെ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു കോമഡി സ്റ്റാർസിലുള്ള മിക്കവരുടെയും അല്ലെ സ്കിറ്റിന് എന്നാണ് മായ എന്തോ പറയണ്ടായിരുന്നു. മായ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടോ ഞാനും മായയും കൂടെ ഒരുമിച്ച് കയറി പോകണം. അപ്പൊ അരുൺചാട്ടനോട് മായോട് എന്റെ ഡ്രസ് ഞാൻ അങ്ങനെ കുറെ പേരുണ്ട് അങ്ങനെ കോമഡി സ്റ്റാർസിലൊക്കെ. പിന്നെ ഇപ്പോ ഡാൻസിങ് സ്റ്റാർസ് നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ അതിപ്പോ മറ്റന്നാൾ അതിന്റെ ഷൂട്ടാ, അങ്ങനെ അതിന്റെ തിരക്ക്. അപ്പൊ അങ്ങനെ പയ്യെ പയ്യെ ഇത് ഇങ്ങനെ വരച്ചും എല്ലാം ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ആദ്യമൊക്കെ വരക്കലുള്ളൂ, ഇപ്പൊ എല്ലാം മനസ്സിൽ വരക്കുള്ളൂ. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. എക്സ്പീരിയൻസ് അല്ല, അത് ശരിയാട്ടോ. കാരണം ഞാനും സുനിചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് സുനിചേച്ചി പറയും അരുണ് അത് ഇങ്ങനെ വേണം, അവിടെ ഞാൻ പറയും അത് ഇങ്ങനെ വേണം എന്ന് പറയാം. അവരെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വരുമ്പോ തന്നെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചേക്കാളും
അതിന്റെ മേളിലായിരിക്കും അരുൺചേട്ടൻ നമുക്ക് ചെയ്തു തരും. ഞങ്ങൾ റീലിനിടുന്ന നമുക്ക് ആ ഇതില്ലേ അറബിക്കുത്തിന്റെ ആ ബ്ലൗസിന്റെ ഇതും അതൊക്കെ ഇവിടുന്ന് നിമിഷം പ്രതി 1 മണിക്കൂർ കൊണ്ടൊക്കെ വന്ന് തയ്പ്പിച്ചിട്ട് പോകുന്ന. ശരിക്കും ഞങ്ങളുടെ അടുത്ത് എല്ലാവരും ചോദിക്കും നിങ്ങൾ റീലിനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഡ്രസ്സിന്റെ ഇതൊക്കെ എങ്ങനെയാ, ഇതൊക്കെ എവിടുന്നാ വരുന്നത്, അതിനൊക്കെ കോസ്റ്റ്യൂം അതിന്റെ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ തന്നെ കാരണക്കാര്. ഞങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ ഓരോ പീസ് തുണിയും കൊണ്ട് വരും, ഇത് ചേട്ടാ ഇത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറയാം. അപ്പൊ മൊത്തത്തിൽ അത് അങ്ങനെയായി വരും. പിന്നെ ഓരോ അവാർഡ് നൈറ്റ്സിന്റെ ഇതൊക്കെ ഇപ്പൊ സാനിയുടെ ചെയ്തത് നല്ല സാനിയ എല്ലാ വർഷവും സാനിയ വരും. അവള് ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്റ്റേജ് ഷോന്റെ അല്ല ഞാനാ ചെയ്യല്. ഇതൊന്നും പോരാണ്ട് ഇനി സ്റ്റേജ് ഷോ ഒക്കെ മാറ്റി വെച്ചേക്കാം. അതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് ഇവിടെ നൈസായിട്ട് അരുൺചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പോയല്ലേ. ഇതാണ് മെയിൻ ആർട്ടിസ്റ്റ്. അമ്മ ഇപ്പൊ പൊതുവെ ഈ ഡ്രസ്സുകളാക്കി എന്ന് വെച്ചാൽ ഷോൾ ഇട്ടുണ്ടാക്കാം. പിന്നെ പാൻസ് ആണെങ്കിലും അല്ല ഈ പാവാട ടൈപ്പ് ആക്കി. അപ്പൊ അതെല്ലാ അമ്മമാർക്കും ഇനി അങ്ങനെ യൂസ് ചെയ്യാം അല്ലേ. കാരണം ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേന് ഈ പാൻറ്റൊക്കെ വലിച്ച് കയറ്റി പോകാനൊക്കെ വലിയ പാടാണ്. പ്രായമൊന്നും ആവണ്ടേ ഇപ്പൊ തന്നെ ഈ ജീൻസൊക്കെ ഇട്ടുണ്ടാക്കണമാണ് എനിക്കറിയാം. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ ഈ ഒരു ട്രെൻഡിലേക്ക് മാറാം. അതിന്റെയും തല അരുൺചേട്ടനൊക്കെ തന്നെയാണ്. നമുക്ക് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണം, നമുക്കൊന്ന് പോയി അങ്ങോട്ട് പോയാലോ? ഇതൊരു ഗ്രൂപ്പിന്റെയാ. പിന്നെ സൈഡായിട്ട് ഡാൻസിങ് സ്റ്റാർസ് നടക്കുന്നുണ്ട്. ഇതെന്താ? അതൊരു കക്ഷിയാ. ഇത് ഷാലു മേനാണ്. ശരി, നല്ലതല്ലേ? നല്ല ഡ്രസ്. ബ്ലാക്ക് ആണോ ഉള്ളിൽ വരാ അതോ റെഡ്? അത് ഓൾറെഡി ബ്ലാക്ക് മാറ്റി ഇടും ബോഡീസ്. ഡാൻസ് ഡ്രാമ. ഷാലു ചേച്ചി എപ്പോഴും ഈ ഡാൻസ് ഡ്രാമ നല്ല രസമാണ് കാണാൻ. ഞാനിവിടെ എറണാകുളത്തിലൊക്കെ ഉണ്ടാകുമ്പോ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡ്രസ്സ് മാറി വരണ മിനിറ്റിലാണ് പുള്ളിക്കാരത്ത് ഡ്രസ്സ് മാറി വരുന്നത്. 15 സെക്കൻഡിൽ അവര് മാറി വരും. പടക്കെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറണം. അയ്യോ. അതുപോലെ അരുൺചേട്ടൻ എനിക്ക് നമുക്കൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാനുണ്ട്. അല്ല അരുൺചേട്ടൻ എന്റെ ഡ്രസ്സിൽ 1-2 എണ്ണത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബെൽക്രോ വെക്കും നമ്മൾ ഈ ഡ്രസ്സിന്റെ ബ്ലൗസിന്റെ ഇതിലൊക്കെ. അപ്പൊ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഒട്ടിക്കുക. അതൊരു നല്ല പരിപാടിയാണ്. കാരണം ഈ സ്റ്റേജ് ചെയ്ത് പ്രാക്ടീസ് ആയ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ കുറെ ടിപ്സുകൾ അറിയാൻ പറ്റും. അപ്പൊ അത്തരം ടിപ്സുകൾ നമുക്ക് തരുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. അത് നല്ല ഇതുണ്ട്. അതെ, കറക്റ്റ്. ഇത് ഷാലു ചേച്ചിയിലാണെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി വെൽക്രോ ആണെന്ന്. കാരണം പെട്ടെന്ന് അടുത്ത ചേഞ്ച് ചെയ്യാനുള്ളതല്ല. ഈ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, ബീഡ്സും ഇതൊക്കെ, അതൊക്കെ അപ്പൊ എവിടുന്ന കളക്ട് ചെയ്യും? ബ്രോഡ്വേ. ഒക്കെ പെട്ടെന്ന് കിട്ടാനും ഒക്കെ ആയിട്ട് ചില. പിന്നെ നമ്മൾ പോയിട്ട് മിലനിൽ പോയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. ഗുഡ് വില്ല് പോയിട്ട് എടുക്കുമായിരുന്നു. ഇതൊക്കെ ഇപ്പൊ ദിൽഷയുടെ ഇപ്പൊ ഫൈനൽ ആയിട്ടില്ല, കഴിഞ്ഞു വരുമ്പോ മനസ്സിലാവും. ദിൽഷയുടെയാണത്. അപ്പൊ ഇനി നിങ്ങൾ ഇനി ടിവിയിൽ കാണുമ്പോ ഇത് ദിൽഷയുടെ. ഇപ്പോൾ എല്ലാവരും പറയില്ലേ ചില ആർട്ടിസ്റ്റുകൾക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ടെൻഷനായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈമിന് കറക്റ്റ് കിട്ടാതെ ആവുള്ള അങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. ആർട്ടിസ്റ്റിന് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എല്ലാവരും പറയും ആശിഷി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ടീച്ചർ പ്രിൻസിപ്പളൊക്കെയാണ്. പക്ഷെ ചേച്ചി എൻ്റെ അടുത്ത് ഭയങ്കര കൂളാണ്. അതിൻ്റെ അടുത്ത് എപ്പോഴും ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാൻ അതിന് ഒരു മോശം ഇതിന് വരുത്തിയിട്ടില്ല. ചേച്ചിയുടെ അടുത്ത് എപ്പോഴും എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. ടെൻഷൻ പിടിച്ചവർക്ക് ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഇടുക്കിയിൽ, അവിടെ അപ്പോൾ നാളെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് കല്യാണ ബ്ലൗസ് എല്ലാം കൂടി ഞാൻ പോവുക. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ജാനുവരിയിൽ പോണ വഴിക്ക് ഇതുപോലെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ വീണു. ഒരു പൊട്ടലും ഇതൊക്കെ വന്നു. അപ്പോൾ അടുത്ത ദിവസം കല്യാണം, വൈകുന്നേരം അതിൻ്റെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായില്ല. അപ്പം അങ്ങനെ ടെൻഷനായി പോയി. പിന്നെ അന്ന് പിന്നെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി അതങ്ങ് മാനേജ് ചെയ്ത് വിട്ടു. ഭാഗ്യത്തിനെല്ലാം നന്നായിട്ട് പോയി. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ. അല്ലാതെ ഇവന്റ്സിനൊക്കെ നമ്മളൊക്കെ എല്ലാം ട്രയലൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടെൻഷനാണ്. അരുൺചേട്ടൻ ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്തതിൽ എപ്പോഴും ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ളവര് അങ്ങനെ ഞാനുണ്ടെന്നറിയാം. ഇനി ഞാൻ അല്ലാതെ ചോദിക്കുന്നത് ചാടി പെട്ടെന്ന് എൻട്രി
അല്ല പ്രഭയുടെ അതല്ല, ഇത് നമ്മൾ നെയ്ബേഴ്സും കൂടിയാണല്ലോ. അതെ 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 അതെ, ഞങ്ങള് ക്ലാസ് ഉണ്ടായിരുന്ന അപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത് വീട്. അപ്പൊ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചാടി ചാടി ഓടി വരും. എല്ലാം റെഡി ആയി കഴിഞ്ഞാല് അപ്പൊ ചിലപ്പോ എനിക്ക് വന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ ആരുടെങ്കിലും കയ്യിൽ കൊണ്ട് കൊടുത്തേക്കും. അങ്ങനെയൊക്കെയാണ്. അത് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. കംഫോർട്ട് എപ്പോഴും മീരായിട്ട് ഇപ്പൊ ഇത്രയും വർഷമായി അത് കംഫോർട്ടാണ്. ഷംനയായിട്ട് ഭയങ്കര കംഫോർട്ടാണ്. ഷംനയുടെ ഈ അടുത്തുള്ള ബേബി ഷവറിന്റെ ഇതെല്ലാം ചെയ്തതും അരിഞ്ചാണ്ടായിരുന്നു. സാരിയുടെ. പിന്നെ സാനിയന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫോർട്ടാണ്. അവളിങ്ങനെ ഡ്രസ്സ് വേണം എന്ന് പറയും, പിന്നെ അവള് ലാസ്റ്റ് തലേദിവസേ വരുള്ളൂ. ഞാനൊക്കെ പോണ വഴിക്കൊന്നും മേടിച്ചോണ്ട് കൂടുന്നു. അങ്ങനെ നമുക്കങ്ങനെ ട്രയൽ നോക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല. കാരണം നമ്മുടെ മെഷർമെന്റ് ഒക്കെ ഇവിടെ കാലങ്ങളായിട്ട്, പിന്നെ ഇടയ്ക്ക് വണ്ണം വെക്കും, ഇടയ്ക്ക് വണ്ണം കുറയും. അപ്പം മാത്രം വന്നിട്ട് ചേട്ടാ ഒന്ന് എടുത്തോ, അളവെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരിക. അങ്ങനെയൊക്കെ ഉള്ളൂ. പറഞ്ഞ പോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ മേടിച്ചോണ്ടൊക്കെ പോകുന്നതൊക്കെ എല്ലാവർക്കും ഉള്ള പതിവാണ്. ഈ മീരയുടെ കല്യാണത്തിന്റെ അത് എങ്ങനെയായിരുന്നു? നല്ല ഡ്രസ്സും സാരി കളറ്. അത് ഈ കൊറോണയുടെ ഇടക്കാണ്. അപ്പൊ എന്താ വെച്ചാൽ കല്യാണ സാരി എടുത്തത് ഞാനും അവള് മാത്രം. ശരി. ചെക്കന്റെ വീട്ടിൽ നിന്നല്ല, ഇവിടുത്തെ ഈ പേർപ്പിൾ സാരി ഞാനും അവളും ഇവളുടെ അച്ഛനും മാത്രം പോയി സെലക്ട് ചെയ്ത. അത് നമ്മള് ജയലക്ഷ്മിന്ന് എല്ലാരും ഉണ്ടായിരുന്നു. എറണാകുളം ജയലക്ഷ്മി എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മൂന്നുപേരും മാത്രമാണ് ഇത് സെലക്ട് ചെയ്യാൻ ഇറങ്ങി. എന്നിട്ട് അപ്പൊ ഞാനാ പറഞ്ഞ ഈ കളർ നന്നായിരിക്കും, കാരണം ഇത് ആ സമയത്ത് അധികം യൂസ് ചെയ്യലില്ലായിരുന്നു പേർപ്പിള്. ഇത് നന്നായിരിക്കും എന്ന് പണ്ട് സെലക്ട് ചെയ്ത ഡിസൈൻ ആയിരുന്നു അത്. അതിന്റെ ബ്ലൗസിൽ അതുപോലെ വേറെ എന്തൊക്കെയോ അതിന്റെ ബ്ലൗസ് അല്ല, സെപ്പറേറ്റ് എടുത്ത് ചെയ്തത്. ഇപ്പൊ എല്ലാ ബ്രൈഡൽ ബ്ലൗസുകളിലും കൂടുതൽ ഈ ഇങ്ങനെ സരസ്വതി, കൃഷ്ണന്റെ ആദ്യം, ശിവനും ഭാരതി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എനിക്കെപ്പോഴും ഈ കളിവീട് സീരിയലിന് തരുന്നത് തൃശ്ശൂരുള്ള സജാവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊരു ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബ്ലൗസിന്റെ പുറകിൽ ഇങ്ങനെ സരസ്വതിയുടെ ഒരു അതൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അത് ചെയ്യാൻ ഭയങ്കര പാടാണോ? അത് ഹാൻഡ് വർക്ക് ആണോ അതോ? ഓ അത് ശരി. മീര പറഞ്ഞു മീര കാറ്റുകാൽ ദേവീനെ ഇഷ്ടമാണ്, അപ്പൊ ദേവീനെ അങ്ങനെ. ചില കസ്റ്റമേഴ്സിന് ഇപ്പൊ കൃഷ്ണൻ രാധ കോമൺ ആണ്, പിന്നെ ശിവനും അങ്ങനെയൊക്കെ പറയും, അതിനനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് അരുൺ ചേട്ടൻ്റെ ഷോപ്പും പിന്നെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സുകൾ. പിന്നെ എനിക്ക് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സുകൾ മിക്ക ചെയ്തിട്ടുള്ളത് അരുൺ ചേട്ടൻ തന്നെയാണ്. പിന്നെ പാലായിലുള്ള ഗ്രേസ് ചേച്ചി, പ്രദീപ് സാർ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 ഡ്രസ്സുകൾ ഗ്രേസ് ചേച്ചിയുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് ട്രിവാൻഡ്രത്തുള്ള ചേട്ടൻ. ബാക്കി എൻ്റെ എല്ലാ ഡ്രസ്സും അരുൺ ചേട്ടനാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നമ്മുടെ പ്രാഞ്ചേട്ടൻ്റെ ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ക്രൗണൊക്കെ വെച്ചിട്ടൊക്കെ. അത് നമ്മുടെ പ്രോപ്പർട്ടീസും പിന്നെ ബോളിവുഡിൻ്റെ ഇത് ബെല്ലി ഡാൻസിൻ്റെ ഡ്രസ്സുകൾ അതൊക്കെ എല്ലാം ഫുൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ അപ്പോൾ ക്ലാസിക്കലിൻ്റെ ഡ്രസ്സിൻ്റെ എന്തായാലും നമുക്ക് അവരുടെ സംശയം തീർത്തു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ മേക്കപ്പ് ബോക്സിന്റെ കവർ വെച്ചത് ഇവിടെ ഞങ്ങൾ ശരിയാണ്. അതായത് അമ്മയ്ക്കാണ് ഓർമ്മ. ഇവിടെ ഞങ്ങൾ ആദ്യം വന്നപ്പോ പനമ്പിളേർ ഇവിടെ ആദ്യം വന്നപ്പോ എനിക്ക് 15 അതിന് മേളിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അടുത്ത് നെയ്ബർ ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ വന്നപ്പോ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അരുൺ ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ആന്റിയാണ് ആദ്യമായിട്ട് എനിക്ക് മേക്കപ്പ് ബോക്സിന്റെ ഒരു കവർ പോലെ ഒരു സാധനം, ഇങ്ങനെ ഒരു ബാഗ് ഒക്കെ ആയിട്ട്. ഞാൻ ഏഷ്യാനെറ്റ് ചെന്നപ്പോ അരുണിനെ കണ്ടു. അപ്പൊ അരുൺ പറഞ്ഞു ഇത് ഇവിടെ തച്ചാ. അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-15 അതിന് മേളിലും ഉള്ള ഒരു ബന്ധമാണ്, ഒരു പരിചയമാണോ ഇത് മൊത്തം. എന്തല്ലേ ഡാൻസേഴ്സും എല്ലാവരുമായിട്ട് എത്ര വർഷമായിട്ടുള്ള. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഫുൾ നമ്മൾ ഇപ്പം ഇതായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ. ഈ എപ്പോഴും ഡാൻസർ മാത്രമായാൽ അതിനൊരു കംപ്ലീഷൻ വരില്ല, അതിനുള്ള ചമയങ്ങൾ ഇതെല്ലാം വരണം. അപ്പോഴാണ് ശരിക്കും ഒരു ആർട്ട് ഫുൾ കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതിനൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്ന് പറഞ്ഞ കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.